സിഹർ കൊണ്ടും ഐന് കൊണ്ടും ശൈത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട്. ആഭിചാരക്രിയ, കൂടോത്രം, ഇതിൻ്റെ ചതിപ്രവർത്തനങ്ങളിൽ അകപ്പെട്ട്, കണ്ണീറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അകപ്പെട്ട്, അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയൊക്കെ ചതികളിലൊക്കെ വഞ്ചനകളിലൊക്കെ പെട്ട് ജീവിതം നശിച്ചു പോയവർ, ജീവിതത്തിൽ ഒരിക്കലും വിജയത്തിൻ്റെ സാധ്യത ഇനി ഉണ്ടാകില്ലെന്ന് കരുതി നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ സമാധാനത്തോടെ, സന്തോഷത്തോടെ ഹൈറായൊരു ജീവിതം കൈവരിക്കാൻ കാരണമാകുന്ന സിഹറിനും ഐനിനൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള, ആത്മീയമായിട്ട് മന്ത്രിക്കാൻ പറ്റുന്ന ചില രൂപങ്ങൾ, ചില ആയത്തുകൾ, ചില ദിക്റുകൾ, ചില ദുആകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ വിഷയം പ്രത്യേകം പറയാൻ തന്നെ കാരണം, ഇവിടെ നേരിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം സിഹറിൻ്റെയും ഐനിൻ്റെയും ശൈത്വാനീയത്തിൻ്റെയും പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടിയ ആളുകളാണ്. അത്തരം പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടിയവർ പല സ്ഥലങ്ങളിലും പോയി നിരവധി ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് അതിന് റിസൾട്ട് കാണാതെ വളരെയധികം ബുദ്ധിമുട്ടിലായവരാണ്. അവസാനം എന്ന രൂപത്തിലാണ് പലപ്പോഴും പലരും നമ്മുടെ അടുക്കൽ എത്താറുള്ളത്. എന്തുതന്നെയായാലും നമുക്ക് സ്വന്തമായി നിങ്ങളുടെ വീടകങ്ങളിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില അമലുകളാണ് നമ്മളിവിടെ പറയുന്നത്. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം, പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി സെഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ. നമ്മൾ ഏതെല്ലാം ആഴ്ചകളിലാണ് ഉണ്ടാവുക, എന്താണ് കാര്യങ്ങളെന്നൊക്കെ കൃത്യമായിട്ട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ വാട്സപ്പിൽ കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അള്ളാഹു ഖൈറാത്തുകളിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. സിഹർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ബ്ലാക്ക് മാജിക്ക് അതില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല എന്നുള്ളതൊക്കെ. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്തുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുള്ളൂ. എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും. എല്ലാം അനുകൂലമായി വന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിൽ വെച്ച്
പലപ്പോഴും മുടങ്ങുന്ന എത്രയോ സാഹചര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ചില ആളുകളുടെ ശക്തമായ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ടും ചില ചിന്തകൾ കാരണമായിട്ടൊക്കെ ഇത്തരം വിഷയങ്ങൾ സംഭവിച്ചേക്കാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ സംഭവിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ആ സിഹറുമായി ബന്ധപ്പെട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ബാത്തുലാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഐനു ഹഖുൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മാത്രമല്ല സഹ്ൽ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബി വര്യൻ കുളിച്ചു കഴിഞ്ഞു പോകുന്ന സമയത്ത് ആ സ്വഹാബി വര്യനെ കുറിച്ച് മറ്റൊരു സ്വഹാബി ഒരു കാര്യം പറയുകയും അത് പിന്നീട് അവർക്ക് രോഗമുണ്ടാകാൻ കാരണമാകുകയും ചെയ്ത സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊരു ഐനുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞ് അതിനെ മന്ത്രിക്കാൻ വേണ്ടി കൊടുത്തതൊക്കെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി ഡീപ്പായിട്ട് നമ്മൾ സെഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ ഇതിൻ്റെ എല്ലാ എവിഡൻസും പ്രൂഫ് സഹിതം നമ്മളവിടെ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പ്രവേശിക്കുന്നില്ല. അപ്പോൾ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലിയിലൊക്കെ സെഹറിൻ്റെ ഒരു 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 എഫക്റ്റ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായേക്കാം. കണ്ണീറുമായി ബന്ധപ്പെട്ടത്, ശത്രുക്കളുമായി ബന്ധപ്പെട്ടത്, അസൂയാലുക്കളുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ടൊരു ദിക്റോ ദുആഓ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നടക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഇപ്പോൾ ചില ആയത്തുകളൊക്കെ ഉണ്ട്, അത് സ്ഥിരമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ ഇത്തരം സിഹറിൻ്റെ ഐനിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മിലേക്ക് വരില്ല. അപ്പോൾ അത്തരം സംഗതികളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കാം. അതൊരുപാട് നമുക്ക് ഉപകാരമുണ്ടാകാൻ കാരണമാകും. മാത്രമല്ല നമ്മൾ പ്രധാനപ്പെട്ട ചില സമയങ്ങളൊക്കെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. 5 വഖത്ത് ഫർദ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, ഹറാമിൽ നിന്ന് പരമാവധി മാറി നിന്ന് ജീവിക്കുന്നു, തെറ്റുകളിലേക്ക് അടുക്കാതെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. നമ്മളീ പറഞ്ഞ പോലെ ചില ദിക്റുകളും ദുആകളൊക്കെ നമ്മൾ പതിവായിട്ടത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തീർച്ച നമുക്കൊന്നും ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. ആർക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല. ആത്മീയമായിട്ട് നമുക്കൊരു കവചമുണ്ടായിരിക്കും, നമുക്ക് ചുറ്റിനൊരു കവചം ഉണ്ടായിരിക്കും. അതൊരു കണ്ണീറുകാരൻ്റെ കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾക്കോ, ഒരു സിഹറുകാരൻ്റെ സിഹറിൻ്റെ പ്രവർത്തനങ്ങൾക്കോ, ഒരു മാരണപ്രവർത്തനം ചെയ്യുന്നയാൾ, ആഭിചാരക്രിയ കൂടോത്രം ചെയ്യുന്നയാൾ, നമുക്കെതിരെ ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മെ നശിപ്പിക്കാനും കൊല്ലാനും നമ്മെ സ്വൈര്യമായി ജീവിക്കാനും അനുവദിക്കാത്ത ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നമ്മിലേക്ക് അടുക്കാതിരിക്കാൻ അത് കാരണമാകും. അപ്പോൾ നമ്മൾ അത്തരം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുന്ന ചില ആയത്തുകളെക്കുറിച്ചും ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെറിയ ഭംഗിയുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പറയാറുണ്ട്, ദസിമു നൂനത്തഹു, ആ കുട്ടിയുടെ കവിൾത്തടത്തിൽ ഒരു ചെറിയ ഭാഗമുണ്ട്. ഞാനതിൻ്റെ കൃത്യമായ അർത്ഥമല്ല പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ വിശദീകരിച്ച് കൺഫ്യൂഷൻ ആകുകയും ചെയ്യരുത്. ഒരു കറുത്ത കുത്ത് പുള്ളിയിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ലി അല്ലാ തുസിബഹുൽ ഐൻ, കണ്ണ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പോൾ കണ്ണേറ് സംഭവിക്കുക എന്നുള്ളത് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറഞ്ഞ സ്ഥലത്ത്, ആയത്തുകൾ പറഞ്ഞ സ്ഥലത്ത്, തഫ്സീറുകളിലും വിശദീകരണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഈ മൃഗത്തിൻ്റെ ജവാജിമ്, തലയോട്ടികൾ കൃഷിയിടങ്ങളിൽ വെക്കുന്നത് അത് കണ്ണേറ് തട്ടാതിരിക്കാൻ നല്ലതാണ് എന്നും, അതേപോലെ തന്നെ മാഷാ അള്ളാ എന്ന് എഴുതി വെക്കുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് എഴുതി വെക്കുന്നത്, ഇതൊക്കെ നമ്മുടെ എഴുതി വെക്കുന്ന ഭാഗങ്ങളിലേക്കുള്ള ഫസ്റ്റ് നോട്ടം, കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തട്ടിപ്പോകാനൊക്കെ കാരണമാകുമെന്നൊക്കെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വീടുണ്ടാക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ചില വീടുകളിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, മാഷാ അള്ളാ എന്ന് എഴുതി വെക്കുന്നു, ചിലർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് എഴുതി വെക്കുന്നു. ഇതൊക്കെ ഇത്തരം കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിലേക്ക് കയറി പോകുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വാതിലിലൂടെ എല്ലാവരും കൂടെ കയറി പോകരുത്, നിങ്ങൾ വ്യത്യസ്തങ്ങളായ വാതിലുകളിലൂടെയാണ് കയറി പോകേണ്ടതെന്ന് പറയുന്നുണ്ട് മക്കളോട്. അതൊക്കെ കണ്ണേറ് തട്ടാതിരിക്കാൻ, മക്കളെല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഒരു നോട്ടം വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇതൊക്കെ നമ്മൾ കൃത്യമായി തെളിവ് സഹിതം മുമ്പ് വിശദീകരിച്ചതായതുകൊണ്ടാണ് ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിലൊക്കെ നമ്മൾ കണ്ണീറുമായി ബന്ധപ്പെട്ട, ഐനുമായി ബന്ധപ്പെട്ട, സെഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാനും അതുണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ സ്ഥിരമായി പതിവാക്കിക്കൊണ്ടിരുന്നാൽ അത്തരം തടസ്സങ്ങളൊന്നും നമുക്കുണ്ടാകില്ല എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അത്തരം വിഷയങ്ങളെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കാനുള്ള ചില വിഷയങ്ങളാണ് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അൽ ഐനു ഹഖുൻ എന്ന ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. വിധിയെ മറികടക്കാൻ വല്ലതിനും സാധിക്കുമെങ്കിൽ കണ്ണേറിന് സാധിക്കേണ്ടതായിരുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം. വിധിയെ മറികടക്കാൻ വല്ലതിനും സാധിക്കുമെങ്കിൽ കണ്ണേറിന് സാധിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. കണ്ണേറിന് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രത്തിൻ്റെ രൂപമാണ് ഇവിടെ പറയുന്നത്. ഞാനിവിടെ എഴുതിയിട്ടില്ല, താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഞാനിവിടെ പറയുന്ന എല്ലാത്തിൻ്റെയും ടെക്സ്റ്റുകൾ, എല്ലാത്തിൻ്റെയും മന്ത്രിക്കേണ്ട ആ ആയത്തുകളും ദിക്റുകളൊക്കെ ഞാൻ അവിടെ കൃത്യമായിട്ട് ഇമേജായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് സേവ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം. നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹി അളീമിശ്ശാനി ശദീദിൽ ബുർഹാൻ മാഷാ അല്ലാഹു കാൻ ഹബ്സുൻ ഹാബിസും മിൻ ഹജരിൻ യാബിസിൻ വശിഹാബിൻ ഖാബിസിൻ اللهم إني رددت عين العين عليه وعلى أحب الناس إليه وفي كبده وكليتيه لحم رقيق وعظم دقيق فيما له يليق فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഇതിപ്പോൾ കണ്ണീറിന് മന്ത്രിക്കാവുന്നൊരു മന്ത്രമാണ്. ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് ഇത് എഴുതിയിട്ടുള്ള ആ ടെക്സ്റ്റ് ഞാൻ അവിടെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ കണ്ണീറിന് മന്ത്രിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളാണ്. അത് നമുക്ക് മന്ത്രിക്കുകയും ചെയ്യാം, അത് എഴുതിയിട്ട് കെട്ടുകയും ചെയ്യാം. കണ്ണീറിൽ നിന്നും മോചനം ലഭിക്കും എന്ന് ഉറപ്പുള്ളതാണ്. അതിലൊന്ന് സൂറത്തുൽ ഗാഫിറിൻ്റെ ആയത്താണ്. ല ഖൽഖുസ് സമാവാതി വൽ അർള് അക്ബറു മിൻ ഖൽഖിന്നാസ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. സൂറത്തുൽ ഗാഫിറിലെ ആയത്താണത്. മറ്റൊന്ന് സൂറത്തുൽ മുൽക്കിൻ്റെതാണ്, നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. സൂറത്തുൽ മുൽക്കിൻ്റെ 3-4 ആയത്തുകൾ. ഈ ആയത്തുകൾ കണ്ണീറിന് വളരെയധികം ഉപകാരപ്പെടുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ ഓതിയത് സൂറത്തുൽ ഗാഫിറിലെ 57-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഖലമിലെ 52-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇൻ യകാദുല്ലദീന കഫറൂ ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. സൂറത്തുൽ ഖലമിലെ 51-52 ആയത്തുകൾ വളരെയധികം ഉപകാരപ്പെടുന്ന ആയത്താണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് എഴുതി വച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ കണ്ണീറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരമാകും. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ആരൊക്കെയോ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുമുണ്ട്. ഞാൻ പിന്നീട് അത് ശരിക്കും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ നോട്ടിഫിക്കേഷനിലൂടെ കണ്ടതാണ്. എന്താ കമൻറ്റിൽ, വീഡിയോയുടെ കമൻറ്റിലാണെന്നറിയില്ല, മറ്റുള്ള ജീവികൾക്കൊക്കെ എന്തെങ്കിലും ചൊല്ലിക്കൊടുക്കുക, അവരുടെ ജീവികളുടെ ഇത്തരം രോഗങ്ങൾക്ക് ഒക്കെ മന്ത്രിക്കാൻ പറ്റുന്ന വല്ലതുണ്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്.
എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വറളിയല്ലാഹു അൻ അസ്ഹാബി റസൂലില്ലാഹി അജ്മഈന വത്താബിഈന വതാബിഈഹിം ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഈമാനം വഇസ്ലാമ മുഹമ്മദുർ റസൂലുള്ളാഹി മിസ്കം വഖിതാമ വൽഹംദുലില്ലാഹി തസ്ലീമൻ വഇഅലാമ വല്ലാഹു അക്ബർ ഇക്ബാറാ വഇഅളാമ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം ബുർഹാനം വഇക്റാമ. ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. اللهم رب عبس عابس ونفس نافس وحبس حابس وليل دامس وطريق طامس وحجر يابس وشهاب قابس. اللهم رد عين المعيان علي وعلى أقرب الناس إلي وفي ماله وولده وأعز الناس إليه وخذ كلمته من بين شفتيه ونظرته من بين ورد اللهم عينه عليه فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ورد الله الذين كفروا بغيظهم لن ينالوا خيرا وكفى الله المؤمنين. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചങ്ങ് ചൊല്ലാനുണ്ട്. മുജറബാത്തിൻ്റെ കിതാബുകളിലൊക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഇത്. ഇതിൽ പല പദങ്ങളും പല കലിമത്തുകളും പല ദിക്റുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ അറിയാത്ത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സേവ് ചെയ്ത് നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് നോക്കിയാൽ ചൊല്ലാൻ കിട്ടും. എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്ന ചൊല്ലാറുണ്ടായിരുന്ന ഒരു മന്ത്രമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഫത്ഹുൽ ബാരിയിലൊക്കെ അത് കാണാം. ഈ ഒരു മന്ത്രം ഏതാണെന്നറിയാം? നമ്മൾ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് നിങ്ങളൊക്കെ കാണാതെ പഠിക്കണം. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്തിരുന്നൊരു ദുആയാണിത്. ഇതൊരു മന്ത്രമാണ് യഥാർത്ഥത്തിൽ. നമ്മളിത് പ്രത്യേകമായിട്ട് നമ്മുടെ മക്കളുടെയൊക്കെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം. ചെറിയ മക്കൾ മുതൽ നമ്മളിങ്ങനെ ചെറുപ്പത്തിലേ ശീലിച്ചു വന്നാലേ നമുക്ക് പിന്നെ അവരൊക്കെ അതിനെ കിട്ടുള്ളൂ. നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കാം. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ, ഫലം ലഭിക്കുന്നുള്ള ഉറപ്പാണ്. എല്ലാ തടസ്സങ്ങളും നീങ്ങും. നമ്മുടെ മക്കൾ ഡൗൺ ആയി കിടക്കുന്ന മക്കൾ, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫുഡ് പോയ്സൺ പോലെ നമുക്ക് തോന്നുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും. വയറ് സംബന്ധമായ വിഷയങ്ങളൊക്കെ, ചിലപ്പോൾ അത് കൊതിയാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയിരിക്കും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ചെയ്തു കൊടുക്കാവുന്ന ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ മക്കൾ പെട്ടെന്ന് പഠനത്തിൽ വീക്കാവുക, പെട്ടെന്ന് ഉന്മേഷം കുറയുക, എപ്പോഴും ക്ഷീണം ഉണ്ടാവുക, എപ്പോഴും കിടക്കുക, പറഞ്ഞനുസരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു ശൈത്വാനീയത്തിൻ്റെ ഒരു ഒരു ബോധന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ശൈത്വാനീയത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു അമലും കൂടെയാണിത്. അങ്ങനെ ചെയ്യേണ്ടത് അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക മക്കൾക്ക്. ഇൻഷാ അല്ലാഹ് നല്ല ഫലം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം ഷർറുകളെ തൊട്ടൊക്കെ അല്ലാഹുവിലെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആയത്തുകളുണ്ട്, ചില ദിക്റുകളുണ്ട്, ചില ദുആകളുണ്ട്. അതൊക്കെ നന്നായിട്ട് ഫലം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആയത്തുൽ കുർസിയും
സൂറത്ത് യൂനുസിലെ 81-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ അൽ ബഖറ, സൂറത്തുൽ ഇഖ്ലാസ് ഇവ പാരായണം ചെയ്യാം. വെറും വയറ്റിൽ 7 ചുള അജ്വ ഈത്തപ്പഴം കഴിക്കുന്നത്, ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് വലിയ പരിഹാരമാണ്. ഇതൊക്കെ കിട്ടുമ്പോൾ യൂസ് ചെയ്യുക. അജ്വയ്ക്ക് വിലപിടിപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വാങ്ങിക്കുക എന്നല്ല. നമുക്ക് കിട്ടുമ്പോൾ ഈ രൂപത്തിൽ യൂസാക്കി കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കും. ചിലരൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് അതൊക്കെ വളരെ പവിത്രമേറിയതാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ച് അതൊക്കെ ആ ഒരു ബഹുമാനത്തോടു കൂടെ തന്നെ നമ്മൾ അതിനെ പ്രയോഗിക്കുക, ഉപയോഗിക്കുക. സംസം വെള്ളമൊക്കെ പലപ്പോഴും നിസാരമായിട്ട് കരുതും. ആരെങ്കിലുമൊക്കെ വന്ന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, എടുക്കുമ്പോൾ, ഉംറ കഴിഞ്ഞ് വരുമ്പോൾ അവരത് തരുമ്പോൾ അവരുടെ അത് പ്രത്യേകം മനസ്സിലാക്കും വേണം. ഉംറയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരാളത് കൊടുക്കുമ്പോൾ, നൽകുമ്പോൾ അയാളെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊരു സ്പിരിച്വാലിറ്റി ഉണ്ടാവുമെന്നറിയാം, ആത്മീയത. നമ്മൾ വാങ്ങുന്ന നമുക്കൊരു പക്ഷെ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരാ സ്ഥലം കണ്ടു, സംസമുമായി ബന്ധപ്പെട്ട ചരിത്രം കേട്ടു, അവിടെ കണ്ടു ബോധ്യപ്പെട്ടു, ത്വാഫ് ചെയ്തു, ഇങ്ങനെ ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്തു, അങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും ആ ആത്മീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അനുഭവിച്ച് വരുമ്പോൾ അവരത് തരുമ്പോൾ അത് വല്ലാത്ത ആത്മാർത്ഥതയിൽ തരുന്നതാണ്. നിസ്സാരാക്കി കാണരുത്. പല വീടുകളിലും വെറുതെ അവിടെയും ഇവിടെയൊക്കെ ചെറിയ ബോട്ടിലിരിക്കുന്നുണ്ടാവും സംസം വെള്ളത്തിൻ്റെ. ഒന്നും നെവർ മൈൻഡാക്കി കരുതരുത്, അതിനൊക്കെ വലിയ ബറക്കത്തുള്ളതാണ്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തത്, ഒരു കുടം എടുത്തിട്ട് ആ കുടം വെള്ളത്തിൽ മന്ത്രിക്കുക എന്നുള്ളതാണ്. അത് രാവിലെ തന്നെ ഈ സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നയാൾ നന്നായി കുളിച്ച് ശുദ്ധിയാവണം. എന്നിട്ട് തോർത്തുന്നതിൻ്റെ മുമ്പ് ഈ നമ്മൾ പറയുന്ന ആയത്തുകളുണ്ട്, ആ ആയത്തുകൾ മന്ത്രിച്ച വെള്ളത്തിൽ നിന്ന് 3 മുറുക്ക് അത് കുടിച്ചിട്ട്, അത് സ്വന്തം കൈകൊണ്ട് തന്നെ അങ്ങ് കോരി കുടിക്കണം. അങ്ങനെ കുടിച്ച് ബാക്കിയുള്ളത് അവൻ്റെ ശരീരത്തിലൂടെ എല്ലാം, ശരീരം മുഴുവൻ ആകുന്ന രൂപത്തിൽ അത് ശരീരം മുഴുവനും അതെന്ത് ചെയ്യണം, ഒഴിച്ചിട്ട് ശരീരം കയ്യെത്തുന്ന ഭാഗത്തൊക്കെ തടവണം. ഓതേണ്ട ആയത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്ത് യൂനുസിലെ ആയത്താണ്. അത് 11 തവണയാണ് ഓതേണ്ടത്. ഫലമ്മാ അൽഖൗ ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ വയുഹിഖുല്ലാഹുൽ ഹഖ്ഖ ബികലിമാതിഹി വലൗ കരിഹൽ മുജ്രിമൂൻ. സൂറത്ത് യൂനുസിലെ 81, 82 ആയത്തുകൾ 11 തവണയാണ് അത് ഓതേണ്ടത്. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിലെ 118, 119, 120, 121, 122 ചെറിയ ആയത്തുകളാണ്. ഫവഖഅൽ ഹഖ്ഖു വബതല മാ കാനൂ യഅമലൂൻ ഫഗുലിബൂ ഹുനാലിക വൻഖലബൂ സാഗിരീൻ വഉൽഖിയ السحرة സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂൻ. കണ്ടില്ലേ, എത്ര ചെറിയ ആയത്ത്, റബ്ബി മൂസ വഹാറൂൻ. ഈ ആയത്തും 11 തവണ ഓതണം. അതേപോലെ തന്നെ സൂറത്ത് ത്വാഹയിലെ 69-ാമത്തെ ആയത്ത്, ഇന്നമാ സ്വനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. ഇതൊക്കെ ഈ ആയത്തിൻ്റെ അർത്ഥം അറിയുന്നവർക്കറിയാം, ഇതെന്തുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്നുള്ളതൊക്കെ അറിയാം. ഇത് ഇബ്താലിൻ്റെ ആയത്തുകളിൽപ്പെട്ട ആയത്താണ്. മഹാനരായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ധിക്കാരിയും അഹങ്കാരിയുമായ ഫിർഔനിനെതിരെ പ്രബോധനം നടത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന സംഭവ വികാസങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അവരുടെ കൂട്ടത്തിൽ മാരണപ്രവർത്തകരുണ്ടായിരുന്നു, കൺകെട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. സാഹിർ എന്നുള്ള അർത്ഥമൊക്കെ പലപ്പോഴും ആ അർത്ഥത്തിനൊക്കെ ഉപയോഗിച്ചതായേക്കാം. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളായതുകൊണ്ട് തന്നെ ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ആയത്തുകളാണ്. ഇതും 11 തവണയാണ് ഓതേണ്ടത്. പിന്നെ 3 നാരിയത്തു സ്വലാത്ത് ഓതിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ. അതേപോലെ ഇതൊരു ചെറിയ രൂപമാണ്, ഇത് ചെയ്യേണ്ട വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ വേറെയും രൂപത്തിൽ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ളതുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിൽ അതൊക്കെ അറിയിച്ചേരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താൻ ചെറിയ രൂപത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ വേറെയും ഒരുപാട് രൂപങ്ങളുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ടത് ബാത്തിലായി കിട്ടാൻ പലതും ചെയ്തു വെക്കാം. സിഹർ ബാധിച്ചാൽ 7 ദിവസം തുടരെ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും 41 തവണ പാരായണം ചെയ്യുക.
അത് പാരായണം മറ്റുള്ളവരെ കൊണ്ട് മന്ത്രിപ്പിക്കുകയൊക്കെ ചെയ്താൽ മതി, പറ്റുന്ന പോലെ ചെയ്യുക, അത് പെട്ടെന്ന് നീങ്ങും എന്നുള്ളതാണ്. 7 കിണറ്റിലെ വെള്ളം ഒരുമിച്ച് കൂടി 7 യാസീൻ ഓതി മന്ത്രിച്ച് അതുകൊണ്ട് കുളിക്കുക. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ സിഹ്റു ബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള, ഇബത്വാൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമലുകളുണ്ട്. ഏത് രൂപത്തിൽ നമുക്ക് ചെയ്യാം, എല്ലാം ചെയ്തു നോക്കാം. ഫലമ്മ അൽഖൗ ഖാല മൂസ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, നേരത്തെ നമ്മൾ ഓതിയ ആയത്ത്, ആ ആയത്ത് 6666 തവണ അത് ചൊല്ലുക എന്നുള്ളത്. നമുക്ക് ഏതാണോ ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, ആ ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സിഹർ, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അത് പുറത്തെടുത്ത് ഒഴിവാക്കി കളയാനൊക്കെ ഉള്ള ഒരുപാട് അമലുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു വീട്ടിലെ പരിസരത്തൊക്കെ സിഹർ കുഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭസ്മം എന്തെങ്കിലുമൊക്കെ വിതറപ്പെട്ടത് കണ്ടിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉറപ്പാവുകയോ കിട്ടുകയോ ഒക്കെ ചെയ്യും ചിലപ്പോൾ. ചില വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ക്ഷുദ്ര പ്രവർത്തനങ്ങൾ ചെയ്തത്, എന്തെങ്കിലും സിഹറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന് തോന്നുന്ന വല്ല സാധനങ്ങളും കിട്ടി, വല്ല കൂടോത്രം ചെയ്തു വെച്ചൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട് പലരും ഇത് പറയാറുണ്ട്. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് ചെയ്യേണ്ട കൃത്യമായ അമലുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ഉപദ്രവങ്ങളൊന്നും പിന്നീട് ഏൽക്കില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ച് ദിവസം അവരങ്ങനെ സൂറത്തുൽ ഖദർ കൂടുതലായി പാരായണം ചെയ്യുക എന്നുള്ളത്. സൂറത്തുൽ ഖദറിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതകൾ. അത് നിലകൊള്ളുന്ന സ്ഥലം അള്ളാഹു അവർക്ക് എവിടെയാണോ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം നടന്നത്, ആരിൽ നിന്നാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും അത് സിഹറിൻ്റെ ഉപദ്രവങ്ങളൊക്കെ അവർക്ക് പിന്നീട് സംഭവിക്കാതിരിക്കാനൊക്കെ കാരണമാകുന്നുള്ളതാണ് ഇത്തരം അമലുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഈ അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ ഐനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ചില കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഡൗണായി പോകുന്നത് കാണാം. നമ്മൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ അവരെ എണീപ്പിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മന്ത്രിച്ചു കൊടുത്ത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക. ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ ഒരു രീതിയാണത്. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും മന്ത്രിച്ചു കൊടുക്കുക. നമ്മളതിന് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെ ജസ്റ്റ് ഫാത്തിഹ ഓതിയിട്ടോ നമുക്കറിയാവുന്ന രൂപത്തിലോ, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരുപാട് രൂപങ്ങളുണ്ടല്ലോ, ഈ രൂപങ്ങളിലൊക്കെ നമ്മൾ തന്നെ മന്ത്രിച്ചു കൊടുത്താൽ തന്നെ അതിന് നല്ല ഫലം ഉണ്ടാകും. നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ആത്മാർത്ഥം ഉണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇത്തരം അപകടങ്ങളെ തൊട്ടും ഇത്തരം പ്രശ്നങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. പുതിയ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം മന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടും ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി മന്ത്രിക്കുന്നതും, ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലിയിട്ട് കുട്ടികൾ മന്ത്രിക്കുന്നതും അത് പരിഹാരമായിട്ട് കാണുന്നതൊന്നും പുതിയ കാല ആളുകൾക്കൊന്നും കൂടുതൽ പരിചയം ഉണ്ടാവില്ല. നമ്മളിത് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളിതിങ്ങനെ മനസ്സിലാക്കി അവർക്ക് തന്നെ ഒരു മാറ്റം വന്നു എന്ന് അവർക്കൊക്കെ തോന്നും. അതേപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഈ വെക്കേഷൻ ടൈമിലാണെങ്കിലും സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ മഹാന്മാരുടെ സന്നിധിയിലേക്ക് സിയാറത്തിന് പോവുക. ഓരോ നാടിലും ആ നാടുമായി ബന്ധപ്പെട്ടൊരു വലിയ ആത്മീയമായ ആചാര്യൻ, ഒരു വലിയ മറവട്ട് കിടക്കുന്നുണ്ടാവും, എല്ലാ നാടുകളിലും ഉണ്ടാവും. അവിടെ പോവുക. നമ്മുടെ കേരളത്തിലുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട മക്ബറകളൊക്കെ എത്തുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ സഹോദരിമാർക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവും. അവിടെ പോയിട്ട് പ്രത്യേകമായിട്ട് ആ മഹാനെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. സിയാറത്ത് കൊണ്ട് മാത്രം വിജയിച്ച എത്രയോ ആളുകളുണ്ട്. വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത ആളുകൾ, ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയവർ. എൻ്റെ അഭിവന്യ ഷെയ്ഖുന ഉസ്താദ് അവറുകളൊക്കെ സിയാറത്ത് വർദ്ധിപ്പിച്ചയാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിയാറത്തുകാരന് ഒരുപാട് ഗുണങ്ങൾ ഉസ്താദിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ സിയാറത്ത് നന്നായിട്ട് ചെയ്യണം, മഹാന്മാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ വലിയ കാവലാണെന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിഫ്ള് നൽകട്ടെ. എല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.